കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാറമടയിൽ നിന്ന് കരിങ്കല്ല് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കല്ലൂർക്കാട് മണിയന്ത്രം ചാറ്റുപാറയിലുള്ള പാറമടയിൽ നിന്നാണ് വീടിന് മുകളിലേക്ക് കരിങ്കല്ല് പതിച്ചത്. കല്ലൂർക്കാട് പാറമടയിൽ നിന്ന് കരിങ്കല്ല് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കല്ലൂർക്കാട് മണിയന്ത്രം ചാറ്റുപാറയിൽ വെള്ളിയാഴ്ച രാവിലെ 10ഓടെയാണ് പാറ പൊട്ടിക്കുന്നതിനിടെ കല്ല് തെറിച്ച് തേവരോലിൽ സുരേഷ് ബാബുവിന്റെ വീടിന് മുകളിലേക്ക് പതിച്ചത്. സുരേഷിന്റെ ഭാര്യ ഗീതു മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഗീതു പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. പുത്തൻപരിക്കൽ ജെയ്സന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നടത്തുന്ന SJ ഗ്രാനൈറ്റ്സിന്റെ പാറമടയിൽ നിന്നാണ് 300 മീറ്ററോളം അകലെയുള്ള വീടിന് മുകളിലേക്ക് കല്ല് തെറിച്ചു വീണത്. കല്ല് തെറിച്ചു വീണതിനെ തുടർന്ന് വീടിന്റെ ഓടിനും ചുമരുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വീടിന്റെ മുൻവശത്ത് ഭിത്തിയോട് ചേർന്നുള്ള ഓട് തകർത്ത മുറ്റത്തേക്കാണ് കല്ല് വീണത്. ഇവിടെ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കരമായൊരു ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട് വന്നു നോക്കിയപ്പോൾ പൊടി പറക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല വാതിലടച്ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താണ് ആ കേൾക്കുന്നതെന്ന്. അപ്പോഴാണ് ഞാൻ മുൻവശത്തേക്ക് നോക്കിയപ്പോൾ വലിയൊരു കല്ല് കിടക്കുന്നുണ്ട്. ഇഷ്ടിക മുഴുവനും പൊടിഞ്ഞ് മണ്ണ് പറക്കുന്നുണ്ട്. ആ മണ്ണിന്റെ പൊടി അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വീടിന്റെ മുകളിലെ മേൽക്കൂര മൊത്തം തകർന്നിരിക്കുകയാണെന്ന്. ഭിത്തിക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മുറ്റത്തിട്ടിരിക്കുന്ന ടൈൽസിനും കേടുപാടുണ്ട്. മഴയായിട്ട് എന്നും ഉപദ്രവം തന്നെയാണ്. എന്നും ഇതുപോലെ ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നുണ്ട്. പൊടിയുണ്ട്. റോഡിലൂടെ വണ്ടി പോകുന്നുണ്ട്. വർഷത്തിലാണെങ്കിൽ വണ്ടിയുടെ ടയറിൽ നിന്നുള്ള ചെളി വീടിന്റെ മുറ്റത്ത് വരെ ചെളിയാണ് വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് പോലും അവർ ഈ പണി നിർത്താൻ പോലും തയ്യാറായിട്ടില്ല. നമ്മൾ മെമ്പറെ വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. പരാതി കൊടുക്കാൻ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ എല്ലായിടത്തും പരാതി കൊടുക്കുന്നുണ്ട്. പരാതിയോട് പരാതി, എന്നും പരാതിയാ. ഒരാള് ഈ ചേച്ചി എപ്പോഴും മുറ്റത്തോടെ നടക്കണതാ. ഒരാള് നിന്നുള്ള അവസ്ഥ തന്നെ. മുറ്റത്തെ ചാടിയെങ്കിൽ എന്താ ഇന്ന് സ്ഥിതി? ഒരു മാന്യത വെച്ച് അവർ ഇച്ചിരി അരമണിക്കൂറെങ്കിലും പണി നിർത്തണ്ടേ? ഇതുവരെ പണി നിർത്തിയിട്ടില്ല. അവരവരുടെ കാര്യങ്ങൾ നടത്തുന്നു. പെരയുടെ ഏതാണ്ട് 1/4% പെരയുടെ പോയി ഉള്ളു വട്ടം പൊട്ടിയിരിക്കണം ഭിത്തിയുടെ. ഇതിനകത്ത് എങ്ങനെ പേടിച്ചിട്ട് താമസിക്കുന്നു? ജില്ലാ കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസ്, മൈനിങ് ആൻഡ് ജിയോളജി തുടങ്ങിയ ഓഫീസുകളിൽ വീട്ടുടമ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പൂയ മഹോത്സവവും 2025 ഫെബ്രുവരി 2 മുതൽ 11 വരെ. ഫെബ്രുവരി 5-ന് റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് IPSന്റെ പ്രഭാഷണം. ഉത്സവ നാളുകളിൽ കേരള നടനം, കൈകൊട്ടിക്കളി, തിരുവാതിര, കൊച്ചിൻ സാരഥിയുടെ നൃത്തനാടകം, ശങ്കരധ്യാനം എന്നിവ അരങ്ങേറുന്നു.